ചോരയാൽ കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ. അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 30:5. അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം അജീവനാന്തം നിലനിൽക്കുന്നു. അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. നീ പിടയുമ്പോഴും ദൈവശിക്ഷയോ ഭാരമോ ഒരുപക്ഷെ നെഗറ്റീവ് അനുഭവങ്ങളോ വരുമ്പോൾ നീ ഓർക്കണം, ദൈവം അനുവദിക്കുന്ന ഈ സംഗതികൾ നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അതൊരിക്കലും ശാശ്വതമായി നിന്നെ തകർക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കുള്ളത് എത്ര കഠിനമാണെങ്കിലും അത് നിമിഷ നേരത്തേക്കുള്ളൂ. പക്ഷെ അവിടുത്തെ പ്രസാദം ജീവിതകാലം മുഴുവനും കുഞ്ഞെ നിന്നെ താങ്ങി നിർത്തും. അവിടുത്തെ കോപം നിമിഷ നേരത്തേക്ക് സഹിച്ചാൽ അജീവനാന്തമുള്ള ദൈവപ്രസാദത്തിന് നീ അർഹനാകും. അത് നീ സഹിക്കാൻ പഠിക്കണം. ഒരുപക്ഷെ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ, ചില ഭാരങ്ങൾ അത് നിമിഷ നേരത്തേക്കേ ഉള്ളെന്നോർത്ത് ചങ്ക് പൊട്ടുമായിരിക്കും, നിലവിളിച്ച് പോകുമായിരിക്കും, പെടഞ്ഞ് ചാകാൻ തോന്നുമായിരിക്കും. പക്ഷേ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ എന്നും അവിടുത്തെ പ്രസാദമുണ്ടല്ലോ അത് അജീവനാന്തം നിലനിൽക്കുമെന്നും ഓർത്ത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് മനസ്സ് തകരാതെ ദൈവത്തിൻ്റെ പ്രസാദപരത്തിൽ നീ നിലനിൽക്കണം. അത് നിന്നെ ഈ ജീവിതത്തിൽ മുന്നോട്ട് തള്ളി കൊണ്ടുപോയി. ഈ വചനം മറക്കരുത്. സങ്കീർത്തനം 30:5. അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദമോ അജീവനാന്തം നിലനിൽക്കും. ഇതോർത്ത് നീ സമാധാനപ്പെടണം. ആമേൻ. ആമേൻ. ആമേൻ.